ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സിൻ്റെ 6th പാർട്ടാണ് ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോഴേക്കും അവസാനം ചെയ്യുന്ന വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആണ്. ഓക്കെ, ഒരു മെട്രിക്സ് എങ്ങനെയാണ് സിമെട്രിക് ആവുന്നത്? ഓക്കെ, സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ട്രാൻസ്പോസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. അതാണ് സിമെട്രിക് ആക്കാനുള്ള കണ്ടീഷൻ. അതായത് ഞാൻ എനെ എടുത്തു, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് തിരിച്ച് എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ ജനറൽ ഫോം നമുക്ക് തൽക്കാലം എഴുതാം. അതിങ്ങനെയാണ്: എ ജി എച്ച് എ ബി സി എഫ് എഫ്. ഇതാണ് എന്ത്? ഒരു 3x3 മെട്രിക്സിന്റെ സിമെട്രിക് മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോം. 2x2 ആകുമ്പോൾ എന്താകും? എ ജി ജി ബി ഇങ്ങനെയാകും. ഇതാണ് എന്ത്? 2x2 മെട്രിക്സിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോമിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ നമുക്ക് സിമെട്രിക് മെട്രിക്സിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഇപ്പോൾ എ ബി സി നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം. 1 2 3. ഇനി ഇവിടെ ജി കൊടുത്താൽ ഇവിടെ ജി കൊടുക്കണം, ഇവിടെ എച്ച് കൊടുത്താൽ ഇവിടെ എച്ച് കൊടുക്കണം, ഇവിടെ എഫ് കൊടുത്താൽ ഇവിടെ എഫ് കൊടുക്കണം. സോ ഇപ്പൊ കിട്ടിയത് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അതായത് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പഴയ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടും. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണ എങ്ങനെയാണ്? ഇതിങ്ങനെ എഴുതുക: 1 4 5, ഇതിന്റെ ഇത് 4 2 6, ഇതിന്റെ ഇത് 5 6 3. കണ്ടോ? എനിക്ക് എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ, അതായത് എയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് എ തന്നെ കിട്ടിയില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? ദിസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ ആണ്. 1 2 3 3. ഓക്കെ, ദിസ് 2 into 2 മെട്രിക്സ്, 2x2 മെട്രിക്സ്. ഓക്കെ, ഇതിന് ബി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബി ട്രാൻസ്പോസ് എടുത്തു. അപ്പോഴും എനിക്ക് എന്ത് തന്നെ കിട്ടി? 1 3 3 2 തന്നെ കിട്ടി. ഓക്കെ, അതായത് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഇതിൻ്റെ സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് ഇതിൻ്റെ സിമെട്രിക് മെട്രിക്സ് ആണ്, ഇതിൻ്റെയും സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആവാനുള്ള ഏക കണ്ടീഷൻ എ ഡാഷ് എന്ന് പറയുന്നത്, അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ തന്നെ ആയിരിക്കണം. അതായത് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് പഴയ മെട്രിക്സ് തന്നെ കിട്ടണം. അതാണ് എന്ത്? സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു ഐ ജെ എന്ന് പറയുന്നത് സിമെട്രിക് ആവണമെങ്കിൽ പറഞ്ഞു എ ഡാഷ് എന്തായിരിക്കണം? എ ആയിരിക്കണം. ഫോർ ഓൾസോ എ ഐ ജെ എന്ന് പറയുന്നത് എ ജെ ഐക്കും കൂടെ ഈക്വൽ ആണ് ഫോർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ഐ ആൻഡ് ജെ. ഈ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒന്ന് സിമെട്രിക് എന്ന് എഴുതി വെച്ചേക്കാം ഇസ്ലാം വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എ ഡാഷ് എന്ന് പറയുന്നതാണ് എക്ക് ഈക്വൽ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, പക്ഷേ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ എ ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എക്ക് ആണ് ഈക്വൽ ആയിട്ട് വരിക. അതായത് ഒരു മെട്രിക്സ് എ എടുത്തു, അതിന് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എ ട്രാൻസ്പോസിന് ഈക്വൽ ആയാലും നമുക്കത് പറയാം ദേ ആർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം നോക്കാം. ഇതിൻ്റെ എന്ന് പറയുമ്പോഴേക്കും ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. പിന്നെ ഇപ്പം ഞാനിവിടെ എ ബി എഴുതിയാൽ ഇവിടെ മൈനസ് എ മൈനസ് ബി ആയിരിക്കും, ഇവിടെ സി ആണെങ്കിൽ മൈനസ് സി ആയിരിക്കും. ഇതാണ് ഒരു 3x3 മെട്രിക്സ്, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ജനറൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, 3x3 മെട്രിക്സ്. ഇനി 2x2 ആണെങ്കിൽ എന്താണ്? ഈ പോർഷൻ എടുക്കുക, 0 എ മൈനസ് എ 0. ഇതായിരിക്കും എന്ത്? 2x2 മെട്രിക്സ് ആയിട്ടുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ 0 0 0 1 മൈനസ് 1 2 മൈനസ് 2 3 മൈനസ് 3. ഇതെന്തായി? ഒരു മെട്രിക്സ് എ ആയി. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്തു? എ ട്രാൻസ്പോസ് എടുത്തു. ഓക്കെ, എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എന്താണ്? 0 1 2 മൈനസ് 1 0 3 മൈനസ് 2 മൈനസ് 3 0. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിനെയും മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു.
ഓക്കെ, മൈനസ് കോമൺ ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും നെഗറ്റീവ് എടുക്കുക, മൈനസ് പുറത്തേക്ക് ഇടുക. അപ്പോൾ അകത്ത് 0 തന്നെ. ഇവിടെ നിന്നൊരു മൈനസ് എടുത്തുകൊണ്ട് 1, ഇവിടെ നിന്ന് 2 എടുത്തു. ഇവിടെ നിന്ന് ഒന്നും എടുക്കാത്ത സ്ഥിതിക്ക് ഒരു -1 ഉണ്ട്. കാര്യം മൈനസും കൂടിയേ പ്ലസ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ 0, ഇവിടെ 3, ഇവിടെ -2, ഇവിടെ -3, ഇവിടെ 0. ഓക്കെ, ഇതെന്ന് പറയുന്നത് എ മെട്രിക്സ് അല്ലേ, അതായത് മൈനസ് ഓഫ് എ, അതായത് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, അതായത് എന്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുന്നത് -എക്ക് തന്നെ ഈക്വൽ ആണ്. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക. അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഈ ജനറൽ ഫോം നിർബന്ധമായിട്ടും രണ്ടിനെയും പഠിച്ചേക്കണം. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കിന്റെ ജനറൽ ഫോം പഠിച്ചു വെച്ചിരിക്കണം. അതിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ അത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വരെ പറ്റും. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഒരു ഫോം എന്തായാലും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 തിയറംസ് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ എയും എ ട്രാൻസ്പോസും കൂടെ കൂട്ടിയാൽ അതെന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ സിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ എന്താ? എ ഡാഷ് ഇസ് ഈക്വൽ ടു എ, അതായത് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആയിരിക്കണം. അപ്പോൾ എയും എ ഡാഷും കൂടെ കൂട്ടുമ്പോൾ സിമെട്രിക് മെട്രിക്സ് കിട്ടണമെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എ കിട്ടണം. കിട്ടുമോ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ട്രാൻസ്പോസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ഡാഷ് പ്ലസ് എ ഡാഷ് ദ ഹോൾ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് എ. ഞാൻ ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ, അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ എ പ്ലസ് എ ഡാഷ്. ഓക്കെ, അതായത് എനിക്ക് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. എ ഡാഷ് ഇസ് ഈക്വൽ ടു എ, എ ഡാഷ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എനിക്ക് എന്ത് പറയാം? എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ ദേ ആർ സിമെട്രിക് മെട്രിക്സസ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് എ പ്ലസ് എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് ഏതൊരു മെട്രിക്സ് എടുത്തു, എ എന്നുള്ള മെട്രിക്സ് എടുത്തു, അതിൻ്റെ കൂടെ അതിൻ്റെ ട്രാൻസ്പോസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിമെട്രിക് മെട്രിക്സ് കിട്ടും. ഓക്കെ, നേരെ തിരിച്ച് എ മൈനസ് എ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എ ഡാഷ് മൈനസ് എ ഡാഷ് ദ ഹോൾ ഡാഷ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ എ ഡാഷ് മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ്, ഇപ്പോൾ നമ്മൾ 3 - 5നെ -5 - 3 എന്ന് എഴുതുമല്ലോ, ആ ഒരു ഫോമിൽ -5 + 3. ഓക്കെ, അപ്പോൾ എ മൈനസ് എ ഡാഷ്. ഓക്കെ, അപ്പോൾ ആ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, അപ്പോൾ എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എ, ആ ഫോമിലായില്ലേ? എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ ആ ഫോമിലാണെങ്കിൽ എന്ത് പറയാം? ദേ ആർ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ എ മൈനസ് എ ഡാഷ് എടുത്താൽ എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ് കിട്ടുന്നത്. അതായത് ഒരു മെട്രിക്സ് ഇന്ന് അതിന്റെ ട്രാൻസ്പോസ് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും അതിന്റെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം. ഓക്കെ, ഇനി സെക്കൻഡ് തിയറം എന്ന് പറയുന്നത് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് എ പ്ലസ് എ ഡാഷിന്റെയും എ മൈനസ് എ ഡാഷിന്റെയും സമ്മായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, എ ഡാഷും എ ഡാഷും കൂടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ ഇവിടെ പ്ലസ് എ ഡാഷ് ഉണ്ട്, ഇവിടെ മൈനസ് എ ഡാഷ് ഉണ്ട്. അപ്പോൾ എ ഡാഷും കട്ടായി പോകും. 2a എന്ന് കിട്ടി. എ ഒരിക്കലും 2aക്ക് ഈക്വൽ ആവില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 2 കളയണം. എന്നാലല്ലേ എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് സമ്മപ്പ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കളയാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊരു ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ /2 ചെയ്യുക. ഞാൻ രണ്ടിനും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഹാഫ് ഇങ്ങനെ വരും. ഓക്കെ, മൊത്തത്തിൽ /2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് എന്ന് വരും. സോ ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമിന് ഇവിടെ നിന്ന് ചോദിക്കുക, ഒരു 3/3 മെട്രിക്സ് തരും, എന്നിട്ട് അതിന് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആക്കി എഴുതാനാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് 2/2 2/2 3/3 നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉള്ളതാണ് ഒരു മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 3 5 1 -1.
ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഒരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നതിന് എൻ്റെ ഒപ്പം എ ഡാഷും കൂടെ അവിടെ ആദ്യമേ കണ്ടുവച്ചേക്കണം. ഓക്കെ, അപ്പോൾ എ ഡാഷ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഇതിനെ താഴോട്ടാക്കുക, ഇതിന് ഇങ്ങോട്ടാക്കുക. അപ്പോൾ എയും കിട്ടി, എ ഡാഷും കിട്ടി. ഓക്കെ, ഇനി എയും എ ഡാഷും കൂടെ കൂട്ടുക. സിമ്പിളാണ്, ഞാൻ കൂട്ടി കാണിക്കുന്നില്ല, ഇങ്ങനെ സ്റ്റെപ്സ് എഴുതി പോകുന്നില്ല, ജസ്റ്റ് കൂട്ടുന്നേ ഉള്ളൂ. 3 + 3 6, 5 + 1 6, 1 + 5 6, -1 + -1 -2 പ്ലസ് ഹാഫ് a minus a dash, 3 minus 3 0, 5 minus 1 4, 1 minus 5 minus 4, minus 1 minus 2 0. ഓക്കെ, പിന്നെ എന്ത് ചെയ്താൽ മതി, ഹാഫ് കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 3 3 minus 1 പ്ലസ് 0 2 minus 2 0. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട് എനിക്ക് എയിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ചെയ്ത് നോക്കാം. 3 + 0 3, 3 + 2 5, 3 + -2 1, -1 + 0 -1. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ സമ്മായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എനെ ട്രാൻസ്പോസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് കിട്ടും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കിട്ടും. ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് എങ്ങനെ മനസ്സിലായത്, ഈ പാർട്ട് a - a ഡാഷ് എന്താണ്, സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. a + a ഡാഷ് സിമെട്രിക് ആണ്, അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, a ഡാഷ് = a. ഇവിടെ a ഡാഷ് = -a ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. അപ്പം തന്നെ മനസ്സിലാക്കാം സ്ക്യൂ സിമെട്രിക് ആണ്, മറ്റേത് സിമെട്രിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2x2 മെട്രിക്സ് ചെയ്തു. ഇനി നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നത് 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു 3x3 മെട്രിക്സിന്റെ ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. b = 2 - 2 - 4 -1 3 4 1 - 2 - 3. ഇതാണ് എന്ത്, ബി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ട്രാൻസ്പോസും ഒപ്പം കൂടെ കാണണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, 2 - 2 - 4 -1 3 4 ആൻഡ് 1 - 2 - 3. ട്രാൻസ്പോസ് എഴുതണത് എങ്ങനെയാണെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് എഴുതി പോകുന്നുള്ളേ. അപ്പോൾ ബിയും ബി ഡാഷും തന്നു. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് b = ഹാഫ് ഓഫ് b + b ഡാഷ് പ്ലസ് ഹാഫ് ഓഫ് b - b ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയണത് സിമെട്രിക് മെട്രിക്സ് ആണ്, ഇതെന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. രണ്ടിനെ സമ്മാക്കി ഞാൻ ബീനെ എഴുതാൻ പോകുവാണ്. സോ ഹാഫ് ഓഫ് b + b ഡാഷ്. കുറച്ച് സമയം എടുക്കും, ശ്രദ്ധിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, 2 + 2 4 -2 + -1. ഓക്കെ, അപ്പോൾ -3 വരും. -4 + 1 -3, -1 + -2 -3, 3 + 3 6, 4 + -2 2, 1 + -4 -3, and -2 + 4 -2 + 4 is equal to 2, -3 + -3 equal to -6, plus half into b - b dash. Okay, that 2 - 2 0, -2 - -1 -2 -1, which is -1, -4 -1 -5, -1 - 2 is equal to 1, 3 - 3 0, 4 - -2 is 6, 1 - -4 is 5, -2 - 4 is -6, and -3 - 3 is 0. ഓക്കെ, ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹാഫ് കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 - 3/2 -3/2 -3/2 3 1 -3/2 1 -3. അതായത് സ്കെലർ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ എല്ലാ ടേംസിനും ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ സിമെട്രിക് മെട്രിക്സ്. ഇനി സ്ക്യൂ സിമെട്രിക് കാണാം. ഹാഫ് കൊണ്ട് ഇതിനെല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. 0 -1/2 -5/2 ഹാഫ് 0 3 5/2 -3 0.
ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 - 2 - 4 - 1 3 4 1 - 2 - 3 വിച്ച് ഇസ് പി. ഓക്കെ, അപ്പോൾ ഞാൻ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതി. ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഡയഗണൽ എലമെന്റ്സ് ആർ 0. അപ്പോൾ ഇതൊരു സ്ക്യൂ സിമെട്രിക് ആണ്, ഇതെന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ബി എന്നുള്ള എൻ്റെ ഈ മെട്രിക്സിനെ ഞാനൊരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് ഞാനിവിടെ എഴുതി കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. ചാപ്റ്ററിൽ 2 പോർഷൻ ഡിലീറ്റഡ് ആണ്. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഡിലീറ്റഡ് ആണ്, അത് 3.8 ആണ്. പിന്നെ 3.7 എലമെന്ററി ഓപ്പറേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്, അതും ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ 2 പോർഷൻ അങ്ങനെ ഡിലീറ്റഡ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.